കാഞ്ഞങ്ങാട് നഗരത്തിന്റെ ചെയർപേഴ്സൺ സ്ഥാനമൊഴിഞ്ഞ 5 വർഷത്തിന് ശേഷം അധ്യാപക ജോലിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുജാത ടീച്ചർ. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ സുജാത ടീച്ചർക്ക് അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം കുട്ടികളുമൊക്കെ സ്വീകരണം നൽകി. ആവിശേഷങ്ങൾ കാണാം. പൊതുപ്രവർത്തകയായി നഗരസഭാ ചെയർപേഴ്സണായി കാഞ്ഞങ്ങാടിനെ നയിച്ച 5 വർഷത്തിന് ശേഷം ഏറെ ഇഷ്ടപ്പെട്ട അധ്യാപന ജോലിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സുജാത ടീച്ചർ. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്താണ് മുൻ ജനപ്രതിനിധിയുടെ ക്ലാസ് മുറിയിലേക്കുള്ള തിരിച്ചുവരവ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ജനാധിപത്യ രാജ്യമായി തീരുമാനിച്ചത്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതക്രമമായി മാറിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപികയായിരിക്കെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ അതിയാമ്പൂർ വാർഡിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ജയിച്ചു കയറിയതിന് പിന്നാലെ നഗരസഭാ ചെയർപേഴ്സണായി നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. 5 വർഷക്കാലം നഗരസഭയിൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ആത്മസംതൃപ്തിയോടെയാണ് അധ്യാപക ജോലിയിലേക്ക് തിരികെ എത്തുന്നത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ്. അപ്പോൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപികയുടെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അധ്യാപകർ തങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ സ്വന്തം കുട്ടികളായി കാണണം. അങ്ങനെ കാണാൻ കഴിയാത്തിടത്ത് അധ്യാപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അധ്യാപകരെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അത് പാലിച്ചുകൊണ്ടാണ് ഇത്രയും കാലം മുമ്പോട്ട് പോയത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. 1993 അധ്യാപന ജീവിതം ആരംഭിച്ച സുജാത ടീച്ചർക്ക് നിരവധി ശിഷ്യന്മാരുണ്ട്. നിലവിൽ KSTA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.